നമസ്കാരം. കേരള ആസ്ട്രോളജി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 19/6/2024 ബുധനാഴ്ച ദിവസം, കൊല്ലവർഷം 1199, മിഥുന മാസം 5-ാം തീയതി, വിശാഖം നക്ഷത്രം. ഞാൻ അജയനാരായണൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രം നക്ഷത്രമണ്ഡലങ്ങളിലെ ഒന്നാമത്തെ നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ ഫസ്റ്റിൽ ഒന്നാമത് വരുന്ന നക്ഷത്രമാണ് അശ്വതി. അശ്വതി ദേവഗണ നക്ഷത്രത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. നക്ഷത്രാധിപൻ കേതുവാണ്. രാശ്യാധിപൻ പൂജനാണ്. മേടം രാശിയിലാണ് ജനിക്കുക. അശ്വതി നക്ഷത്രം ക്ഷത്രിയ കുലത്തിലാണ് ജനിക്കുക. ക്ഷത്രിയൻ്റെ കുലം എന്ന് പറയുന്നത് പൂജൻ്റെ കുലത്തിൽ. അപ്പോൾ അവർക്ക് ആ പൂജൻ്റെ, ആ ക്ഷത്രിയൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർ. ഒരു ശൈര്യവും ഒരു ധൈര്യവും അതുപോലെ എന്തിനും ഒരു തൻ്റെ ഇടം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേമാതിരി കുറച്ച് കോപാകുലരും ദേഷ്യം പെട്ടെന്ന് വരുന്നവരും, അങ്ങനെ ആ ഒരു ക്ഷത്രിയൻ്റെ ആ ഒരു ശരിയായൊരു ക്ഷത്രിയ കുലത്തിൽ ജനിക്കുന്ന അവൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേമാതിരി ദേവഗണത്തിൽ പുരുഷ നക്ഷത്രമാണ് അശ്വതി. അപ്പോൾ കുടുംബജീവിതത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭർത്താവിനേക്കാൾ കൂടുതൽ ചങ്കുറ്റത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു പ്രാപ്തിയും ഈ അശ്വതി നക്ഷത്രക്കാർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് അശ്വനി ദേവതകളെയാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടത്. അശ്വനി ദേവതയുടെ കുതിരയുടെ ഒരു രൂപമായിരിക്കും ഇവർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗണപതി ഭഗവാനെയും മുരുകനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നല്ലോണം പ്രാർത്ഥിക്കുന്നത്, രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലോണം പ്രാർത്ഥിക്കുക. ആ ഗണപതിൻ്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുക. നക്ഷത്രങ്ങളിലും തോറും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ കൈക്ക് നക്ഷത്ര കല്ല് എന്ന് പറയുന്നത് വൈഡൂര്യമാണ്. വൈഡൂര്യം 4 കാരറ്റിൽ. സ്ത്രീകളാണെങ്കിൽ ഇടത് കൈയുടെ നടുവിരലിൽ ധരിക്കുന്നത് നല്ലതായിരിക്കും. അതിന് പഞ്ചലോഹങ്ങളോ അല്ല വെള്ളിയിലോ ആണ് തീർത്ത് ധരിക്കേണ്ടത്. പുരുഷന്മാരാണെങ്കിൽ വലതുവശത്തെ നടുവിരലിൽ 4 കാരറ്റിൽ കൂടുതൽ ധരിക്കുന്നത് നല്ലതായിരിക്കും. പഞ്ചലോഹത്തിലോ അല്ലെങ്കിൽ വെള്ളിയിലോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ അശ്വതി നക്ഷത്ര പൊതുവെ വലിയ ഭാഗ്യവാന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. അത് പൂർവ്വജന്മത്തിലെ ആ ഒരു പുണ്യ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അശ്വതി നക്ഷത്രം ജനിക്കുന്നത് എന്നൊരു വിശ്വാസവും ഉണ്ട്. ഭാഗ്യാധിപനായിട്ട് വിഷ്ണു തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് വരുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിനെ ഭജിക്കണം. ഭാഗ്യദോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മഹാവിഷ്ണുവിനെ എപ്പോഴും ഭജിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 10ാം ഭാവാധിപനായിട്ട് ശനിയാണ് വരിക. ശനി വരുമ്പോൾ ശനി ശാസ്താവിനെയും അയ്യപ്പനെയും നല്ലോണം പ്രാർത്ഥിക്കുക. ശനി നല്ല സ്ഥാനത്താണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കിട്ടും. ശനീൻ്റെ നീചരാശിയായ മേടത്തിലാണ് അശ്വതി ജനിക്കുക. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും അയ്യപ്പ ദർശനം, സമയം കിട്ടുവാണെങ്കിൽ അയ്യപ്പ ദർശനമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് വലിയ നിലയിലെത്താനുള്ള ആ ഒരു ഭാഗ്യമുള്ള നക്ഷത്രമാണ്. അതുമാതിരി കുറേ ദാനധർമാദികളും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദാനധർമാദികൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവും. പിന്നെ ആരുമായിട്ടും പെട്ടെന്ന് അങ്ങനെ കൂട്ടുകൂടാനൊന്നും പോകില്ല. ഒരു ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ മനസ്സ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാർ. അപ്പോൾ ആ കുതിരയെ പോലെ, അശ്വനി ദേവിയുടെ ആ കുതിരയെ പോലെ വളരെയധികം മനോഹരമായ മുഖവും നല്ല ചുറുചുറുക്കും ഉത്സാഹവും ഒക്കെ ഈ അശ്വതി നക്ഷത്രത്തിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിനെ കുറിച്ചുള്ള ഈ ചെറിയൊരു വിവരണം ഇവിടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഉടനെ ചെയ്യുക. എല്ലാവർക്കും
പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശംഭോ മഹാദേവ.